നാവിക ഉപരോധം തുടർന്നാൽ തിരിച്ചടിക്കുമെന്ന് അമേരിക്കയോട് ഇറാൻ. ഹോർമുസിലെ നിയമവിരുദ്ധ പോലീസിംഗ് തുടർന്നാൽ US പടക്കപ്പലുകൾക്ക് നേരെ ഇറാൻ മിസൈലുകൾ വന്നെത്തുമെന്നാണ് പരമോന്നത ആത്മീയ നേതാവ് അയത്തുള്ള മുജ്തബ ഖമീനിയുടെ ഉപദേശകൻ മുഹ്സിൻ റസായി നൽകുന്ന മുന്നറിയിപ്പ്. അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ AFP ആണ് ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷനെ ഉദ്ധരിച്ച് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ഉപരോധം തുടർന്നാൽ ഹോർമുസ് മാത്രമല്ല ചെങ്കടൽ മുഖേനയുള്ള ചരക്കുകടത്തും തടയുമെന്ന് IRGC ഇന്നലെ അമേരിക്കയെ താക്കീത് ചെയ്തിരുന്നു കേട്ടോ. ട്രംപ് ഹോർമുസ് കടലിടുക്കിലെ പോലീസാകാൻ ആഗ്രഹിക്കുന്നു. ഇത് ശരിക്കും നിങ്ങളുടെ ജോലിയാണോ? അമേരിക്കയെ പോലുള്ള ഒരു വലിയ സൈന്യത്തിന്റെ പണിയാണോ ഇതെന്നായിരുന്നു റിസായിയുടെ പരിഹാസം. ഇറാന്റെ മിസൈലുകൾക്ക് മുന്നിൽ US കപ്പലുകൾ നിസ്സാരമാണെന്നും ആദ്യ പ്രഹരത്തിൽ തന്നെ അവ തകർക്കാൻ ഇറാന് കഴിയുമെന്നും അദ്ദേഹം ആ പരിഹാസത്തോടൊപ്പം കൂട്ടിച്ചേർക്കുന്നുണ്ട് കേട്ടോ. 1981 മുതൽ 1997 വരെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ കമാൻഡർ ഇൻ ചീഫായിരുന്നു റസായി. കഴിഞ്ഞ മാസമാണ് മുജ്തബ ഖമീനി തന്റെ സൈനിക ഉപദേഷ്ടാവായി അദ്ദേഹത്തെ നിയമിച്ചത്. ഇറാന്റെ സൈനിക രംഗത്തെ പ്രമുഖനും ശക്തമായ നിലപാടെടുക്കുന്ന ആളുമായിട്ടാണ് അദ്ദേഹം അറിയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നതും. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ വലിയൊരു ഭാഗം കടന്നുപോകുന്ന ഹോർമുസ് കടലിടുക്കിലെ തർക്കം ആഗോള സാമ്പത്തിക രംഗത്തെയും ഊർജ്ജ വിപണിയും വലിയ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് ഇപ്പോൾ. അമേരിക്കൻ പ്രകോപനമുണ്ടായാൽ കടുത്ത തിരിച്ചടി നൽകുമെന്ന ഉറച്ച നിലപാടിലാണ് കേട്ടോ ഇറാൻ. ഹോർമുസിലെ അമേരിക്കൻ ഉപരോധം മേഖലയിലെ സൈനിക സംഘർഷത്തെ വലിയ തോതിൽ ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇതിനിടയിൽ ചില നല്ല കാര്യങ്ങൾ കൂടി സംഭവിക്കുന്നുണ്ട് കേട്ടോ. അതിലൊന്ന്, പശ്ചിമേഷ്യയിൽ സമാധാനം നിലനിർത്താൻ സജീവമായി നടക്കുന്ന ചർച്ചകളുടെ ഭാഗമായി പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീർ ഇന്നലെ ഇറാനിൽ എത്തിയതാണ്. പാകിസ്ഥാനിൽ വെച്ച് നടന്ന അമേരിക്ക ഇറാൻ ചർച്ചകൾ നേരത്തെ പരാജയപ്പെട്ടിരുന്നുവെങ്കിലും വരും ദിവസങ്ങളിൽ ചർച്ചകൾ പുനരാരംഭിക്കാൻ സാധ്യതയുണ്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൂചിപ്പിച്ചതിനു പിന്നാലെയാണ് അസീം മുനീർ ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിലെത്തിയത്. ഈ സമാധാന ചർച്ചകൾക്ക് ചൈനയുടെ പിന്തുണയും ഉണ്ട് കേട്ടോ. അടുത്ത 2 ദിവസത്തിനുള്ളിൽ ചർച്ചകൾ പുനരാരംഭിച്ചേക്കുമെന്ന് ട്രംപ് ന്യൂയോർക്ക് പോസ്റ്റിന് നൽകിയ അഭിമുഖത്തിലും പറഞ്ഞിരുന്നു. ഇസ്ലാമാബാദ് കേന്ദ്രീകരിച്ചായിരിക്കും ചർച്ചകൾക്കുള്ള നീക്കങ്ങൾ നടക്കുക. ഇതിനിടയിൽ 3 പതിറ്റാണ്ടിനു ശേഷം ലബനാനും ഇസ്രായേലും തമ്മിൽ ആദ്യമായി നേരിട്ടുള്ള നയതന്ത്ര ചർച്ചകൾ വാഷിംഗ്ടൺ DC നടക്കുകയും ചെയ്തിരിക്കുന്നു. ഹിസ്ബുള്ളയുമായുള്ള പോരാട്ടം അവസാനിപ്പിക്കുകയാണ് ഈ ചർച്ചയുടെയും ലക്ഷ്യം.